വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു CRT ടിവിയുടെ ബോർഡ് വെച്ച് ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാമെന്ന്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു CRT ടിവിയുടെ ബോർഡാണ്. ഇതിന് ആംപ്ലിഫയർ സെക്ഷൻ നമുക്ക് ആദ്യം ആംപ്ലിഫയർ സെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി സ്പീക്കർ കണക്ടർ വരുന്നത് ഇവിടെ നോക്കാം. ഇപ്പോൾ ഇത് രണ്ടെണ്ണമാണ് സ്പീക്കർ കണക്ടർ. ഇതൊരു BPL ടിവിയുടെ ബോർഡാണ്. ഇവിടെയാണ് സ്പീക്കർ കണക്ടർ. അപ്പം ഇതിൻ്റെ ഇത്രയും ഭാഗമായിട്ടാണ് നമുക്ക് ഈ ആംപ്ലിഫയർ സെക്ഷൻ വരുന്നത്. നിങ്ങൾക്ക് ഇത്രയും മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഫുൾ എടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. നമുക്ക് ഇനി പവർ സപ്ലൈ കൊടുക്കുന്നത് നോക്കാം. ഇവിടെ ആയിട്ട് ഒരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്ററിൻ്റെ പ്ലസും മൈനസും നോക്കിയാണ് കൊടുക്കേണ്ടത്. ഞാൻ അവിടുത്തെ കൊടുക്കുന്നില്ല. ഞാൻ ഇച്ചിരി നീക്കി ഇവിടെ ഒരു അനോയിഡ് ഇവിടെ ഡയോയിഡ് ഉണ്ട്. ഇതിനകത്തോട്ട് കാതനോയിഡിലേക്ക് നമ്മളിപ്പോൾ മൈനസ് കൊടുക്കുന്നു. അനോയിഡിലേക്ക് നമ്മളിപ്പോൾ പ്ലസ് കൊടുക്കും. പ്ലസ്സിന് ഞാൻ ബ്ലാക്ക് വയറാണ് ഉപയോഗിക്കുന്നത്. മൈനസിന് വേണ്ടി ഞാൻ പച്ച വയറാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വയർ ചേഞ്ച് ചെയ്തേക്കാം. അതാകുമ്പോൾ കണക്ഷൻ സ്റ്റിച്ചൂടെ എളുപ്പമാകും. നമ്മൾക്ക് ഇനി ലെഫ്റ്റും റൈറ്റും നോക്കാം. ഇതാണ്, അതായത് ഈ ICയുടെ ഇവിടുന്ന് 1, 2, 3 ഇതാണ് ഒന്നാമത്തെ ലെഗ്. ഈ ഒന്നാമത്തെ ലെഗിലേക്കാണ് നമ്മൾ റൈറ്റ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ലെഗിലേക്ക് നമ്മൾ ലെഫ്റ്റ്. നമ്മുടെ ഇവിടെ ഒരു ഇതുപോലത്തെ ICയും കൂടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അവരിവിടെ കൊടുത്തിട്ടില്ല. ഞാൻ ഈ നടുക്കത്തെ ഇത്, അതായത് ഇവിടുന്ന് രണ്ടാമത്തെ ലെഗിലോട്ട് നമുക്ക് ലെഫ്റ്റിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഇനി അടുത്ത റൈറ്റിൻ്റെ കണക്ഷനാണ്. റൈറ്റിൻ്റെ കണക്ഷൻ നമുക്ക് നോക്കാം. അതായത് റൈറ്റിൻ്റെ കണക്ഷൻ ഞാനിവിടെ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കാണ്, ഗ്ലൂ ഗൺ വെച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾഡർ ചെയ്യാം. സോൾഡർ ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ. ഞാനിപ്പോൾ സോൾഡർ ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് സോൾഡർ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കാണാത്തത്. ഇവിടെ ഉണ്ട് ആ പ്ലസ് മൈനസ്, അതായത് റൈറ്റും ലെഫ്റ്റും അതുപോലെ തന്നെ നോക്കി തന്നെ കൊടുക്കുക. ഇതൊരു മോണോ സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഗ്രൗണ്ട് കൊടുക്കുന്നത് നേരെ മൈനസിലേക്കാണ്. ഗ്രൗണ്ട് നേരെ നമ്മൾ മൈനസിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒരു ബ്ലൂടൂത്ത് ബോർഡുണ്ട്. ആ ബോർഡും കൂടെ നിങ്ങൾക്കൊന്ന് കാണിക്കും. അതിൻ്റെയും കൂടെ കണക്ഷൻ ഞാനൊന്ന് പറയാം. ഇതാണ് ഞാൻ എടുത്തേക്കുന്ന ബ്ലൂടൂത്ത് ബോർഡ്. ഇതിൻ്റെ മോഡൽ നമ്പറും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. BT-SS1698V10. ഇവിടെ നമ്മളൊക്കെ എല്ലാ കണക്ഷനും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈ GND എന്ന് കാണിച്ചേക്കുന്നതാണ് ഇതിൻ്റെ മൈനസ്. ഈ DC 5 വോൾട്ട് ഇതിൻ്റെ പ്ലസ്. ഇത് റൈറ്റ് ഔട്ട്, ഇത് ഗ്രൗണ്ട്, ഇത് ലെഫ്റ്റ് ഔട്ട്. നമുക്ക് അതായത് ഇതിൻ്റെ ലെഫ്റ്റായിട്ട് വരുന്നത് ഈ ചുമലയും റൈറ്റ് വരുന്ന മഞ്ഞയാണ്. മഞ്ഞ നമുക്ക് റൈറ്റിലേക്ക് കൊടുക്കാം. റൈറ്റിന് കഴിയുമ്പോൾ നമ്മൾ ഈ അടിയിലത്തെ ഈ വയർ അടിയിൽ കൂടെയാണ് ഞാൻ എടുക്കുന്നത്. ഇതാണ് ലെഫ്റ്റിൻ്റെ വയറാണ് മേളിൽ കൂടെ ഇട്ടേക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഈ റൈറ്റിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കാം. എന്ന് ശരി ലെഫ്റ്റിൻ്റെ കൂടെ കൊടുക്കാം. നമ്മളങ്ങനെ റൈറ്റും ലെഫ്റ്റും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റും ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ നിന്ന് നോക്കി കൊടുക്കേണ്ടത് ഇവിടെ പ്ലസും മൈനസും, അതായത് ഈ ബ്ലൂടൂത്ത് ബോർഡിൻ്റെ പ്ലസും മൈനസിലേക്ക് കൊടുക്കുക. ആ പ്ലസും മൈനസ് തന്നെ പാരലായിട്ട് തന്നെ നമുക്ക് സീരീസ് ആയിട്ട് തന്നെ ഈ ആംപ്ലിഫയറിൻ്റെ ബോർഡിൻ്റെ കൂടെ കൊടുക്കാം, കണക്ഷൻ കൊടുക്കാം. എന്നിട്ട് നേരെ പവർ സപ്ലൈയിലോട്ട് കൊടുക്കാം. ഞാൻ പവർ സപ്ലൈ ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത് ഒരു 5 വോൾട്ടിൻ്റെ പവർ ബാങ്കാണ്. അപ്പോൾ ഞാൻ USB കേബിളാണ് എടുക്കുന്നത്. USB കേബിൾ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് ഇങ്ങനെ 4 വയർസാണ് കാണുന്നത്. ഡേറ്റ പ്ലസ്, അതായത് ഡേറ്റ പോസിറ്റീവ്, ഡേറ്റ നെഗറ്റീവ്. നമുക്കപ്പോൾ ആ 2 വയറിൻ്റെ ആവശ്യമില്ല. കട്ട് ചെയ്യുകയോ ചുറ്റുകയൊക്കെ ചെയ്യാം. പ്ലസും മൈനസുമാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ കൂടെ ഞാനൊരു സ്വിച്ചും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കണക്ഷനും കൂടെ നോക്കാം. സ്പീക്കർ കണക്ട് ചെയ്യേണ്ടത് ഈ 2 സ്പീക്കർ ഔട്ട് പിന്നിലേക്കാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. അതെ, എൻ്റെ ഇതിനകത്ത് ഞാൻ തന്നെ എഴുതിയിരിക്കുന്നതാണ്. സ്പീക്കർ ഔട്ടെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, പേനച്ച് എഴുതിയിരിക്കുന്നതാണ്. ഈ 2 പിന്നിലേക്കാണ് സ്പീക്കർ കൊടുക്കേണ്ടത്. സ്പീക്കർ ഞാനിപ്പോൾ ഒരു സാംകോണിൻ്റെ സ്പീക്കറാണ് ഇവിടെ എടുത്തേക്കുന്നത്. സാംകോണിൻ്റെ ഒരു CCTV സ്പീക്കറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. കണക്ടർ എടുത്തിട്ടുണ്ട്. ഈ കണക്ടർ നമുക്കിവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ കണക്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കണക്ഷനും കൂടെ ഒന്ന് ചെയ്യട്ടെ. നമുക്കപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്വിച്ചും കൂടെ വെക്കാം. ഞാൻ BT ബോർഡിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇതൊരു ഓൺ ഓഫ് സ്വിച്ചാണ്. ഈ ഓൺ ഓഫ് സ്വിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പവർ സപ്ലൈയും കൂടെ ഒന്ന് കറക്റ്റായിട്ട് കൊടുക്കാം. നിങ്ങളിത് ചെയ്യുമ്പോൾ സോൾഡർ തന്നെ ചെയ്യുക.
അതാണ് നല്ലത്. ഞാനിപ്പോൾ സോൾഡർ ചെയ്തില്ല. നമുക്ക് സോൾഡർ ചെയ്യുന്നതാണ് വെച്ചിട്ട് ബെറ്ററായിട്ട്. ഈ ബോർഡിൻ്റെ കണക്ഷൻ കൊടുത്തേക്കുന്ന എല്ലാം നിങ്ങൾ സോൾഡർ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ഇത്രയും വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ കട്ട് ചെയ്യാം. എനിക്കതിന് മാർക്കിംഗ് ഒന്നും അറിയത്തില്ല, മാർക്കിംഗ് എനിക്കറിയത്തില്ല. ഞാനിത് ഇതുപോലത്തെ ബോർഡ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി കണക്ഷൻസ് ഞാൻ നോക്കി, പക്ഷെ അതെല്ലാം ഹിന്ദിയിലായിരുന്നു. നമ്മൾ മലയാളത്തിൽ ഇത് അവൈലബിൾ അല്ല. ഇതുപോലത്തെ ഒരു വീഡിയോ ഞാനിതൊരു യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് വീഡിയോ ഇടാൻ വേണ്ടി നോക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഒരു ആംപ്ലിഫയറും ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മളപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ച ഇതാണ് പവർ ബാങ്ക്. പിന്നെ ഇതൊരു ബോക്സിനകത്താണ് ഞാൻ ഫിറ്റ് ചെയ്യുന്നത്. ഈ മോഡലായിട്ടുള്ള MP3 പ്ലെയറാണ് ഞാൻ യൂസ് ചെയ്യുന്നതിനകത്ത്. കറക്റ്റായിട്ട് കാണിച്ചില്ലായിരിക്കും. അങ്ങനെ നമ്മുടെ ബോർഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട പിന്നെ കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.